നീയും പിടിത്തതെന്തും കൈയും നീയും എന്നേക്കും വാഴ്കവേ வாழ்க வாழ்க നമ്മുടെ പാച്ചയെല്ലാം ഭൂമിമേൽ തേരെ വഴികുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേരെ അഴിവു കാലം വന്നെടുത്തു അലയുന്ന മക്കളെ തേരെ വഴിയായി വന്നും കാത്തരുൾവാൻ കഴിവു പേശുക മാത്തുമിൻ لكيات مريو ألوكو ومرخمونو سيدخوبو لغتو خاو مور ساقيرا بيتلم كرمسمنين لغتو خاو دكوليا موديلو خيمنو كستوبو كسرا خاب ميلين ഞാൻ കാത്തിരിക്കുകയാണ് ഹരിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി, ഒരു പിടി മണ്ണിന് വേണ്ടി, യാത്രയുടെ ഏതോ കാൽവെപ്പിൽ വിലക്കപ്പെട്ട സ്നേഹത്തിന്റെ നീർത്തുള്ളികൾക്ക് വേണ്ടി. ഏലിക്കുട്ടി, ഏലി ചാക്കോയുടെ മൂത്ത മകൾ, കാലഹരണപ്പെട്ട മതനിയമങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമെതിരെയുള്ള മനുഷ്യാവകാശ സമരത്തിൽ പങ്കുചേർന്ന 71കാരി. ഞാൻ ആശുപത്രി ജോലിയിൽ നിന്ന് റിട്ടയർ ആകാറായി. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും താമസിക്കാനൊരു കെട്ടിടം വേണം, കെട്ടിടം പണിയാനൊരു സ്ഥലം വേണം. അങ്ങനെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബ്രദർ സമ്മതിച്ചില്ല. അപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ഏക്കർ 31 സെൻറ്റ് സ്ഥലം ഇവിടെ തരാവുന്നത് എനിക്ക് മാത്രമല്ല എല്ലാ സഹോദരികൾക്കും കൂടി. അപ്പോൾ അത് പോരെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ കേസ് കൊടുത്തോളാം. അപ്പോൾ മിസ്രവയുടെ കാര്യം പേപ്പറിൽ കണ്ടു. പിന്നെ അവിടെ കോട്ടയത്ത് പോയി മിസ്രവയെ കണ്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് മിസ്രവയുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് അങ്ങനെ കേസ് ഫയൽ ചെയ്തു. 84 മാർച്ച് അവസാനമാണ് കേസ് ഞാൻ സുപ്രീം കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്തത്. 86 ഫെബ്രുവരി 24-ാം തീയതി കേസ് വിധിയായി. അപ്പോൾ ഈ പിതൃസ്വത്ത് വിൽപ്പത്രം എഴുതാതെയുള്ള പിതൃസ്വത്ത് മാതാവിന്, വിധവയായ മാതാവിന് 1/3 ബാക്കി സ്വത്തുക്കൾ പുത്രന്മാർക്കും പുത്രിമാർക്കും തുല്യ അവകാശം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധിയായത്. അങ്ങനെ വിധിയായി കഴിഞ്ഞപ്പോഴേക്കും ഫെബ്രുവരിയിൽ വിധിയായി, ഏപ്രിൽ ആയപ്പോഴേക്കും ഒരു വിൽപ്പത്രം ഉണ്ടാക്കി. അത് കോടതിയിൽ ഫയൽ ചെയ്തു പ്രൊബേറ്റ് ചെയ്യാനായിട്ട്. അന്ന് പ്രൊബേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ നോട്ടീസ് വന്നു. അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു വിൽപ്പത്രത്തിൻ്റെ കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ വിൽപ്പത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ അപ്പിയർ ചെയ്തിട്ട് അതിന് തർക്കം കൊടുത്തതനുസരിച്ച് 90-ൽ ഈ കോടതിയിലെ ഇത് വിൽപ്പത്രം ശരിയല്ലെന്നും പറഞ്ഞ് കോടതി വിധിയായി. സുപ്രീം കോടതിയിലെ വിധി തന്നെ അവിടെ സ്ഥിരീകരിച്ചു. വിധി അനുസരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ വേറെ കോടതിയിൽ വേറെ ബ്രദർ എല്ലാ അപ്പീലിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉടനെ തന്നെ കുടിലുണ്ടാക്കി, ഒറ്റ മുറിയായിട്ടുള്ള ഈ കുടിൽ. അപ്പോൾ അതിനകത്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും കിടക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ടേ ഈ അടുപ്പിൻ്റെ പുകയും പിന്നെ മഴ പെയ്യുമ്പോൾ ഉള്ള തണുപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഇത് ഓല കൊണ്ടാണ് കിട്ടിയത്. എന്നിട്ട് പിന്നീട് ഈ കെട്ടിടങ്ങൾ ഇച്ചിരി മെച്ചപ്പെടുത്തി കെട്ടിടം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴേക്കും ബ്രദർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ട് സ്റ്റേ വാങ്ങിച്ചു. കെട്ടിടങ്ങളൊന്നും പണിയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ സ്റ്റേയിൽ ഇത് പണിത് ഒരു ശകലം ഇപ്പം അത് പണിത് നിർത്തി, തറയിട്ട് അങ്ങനെ നിർത്തി. അങ്ങനെ കഴിഞ്ഞുകൂടായിരുന്നു. വളരെ വിഷമിച്ച്
നമ്മുടെ അടുത്ത ആവശ്യം പാടോട്ടമരിച്ചിട്ട് 3 നാൾ ജയസന്തോഷത്തോടെ എന്നേക്കും ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നേൽക്കുന്ന മഹിമയ്ക്കടുത്ത് 1-ാം തീയതി ധ്യാനിക്കുക. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം. കെട്ടിടം കെട്ടിയ ഉടനെ എൻ്റെ കസിൻ ബ്രദേഴ്സ് 2 പേരെ ഇവിടെ എനിക്ക് കൂട്ടിയെടുക്കാനായിട്ട് വരുമായിരുന്നു. പിന്നീടായപ്പം അവർക്ക് ഓരോ അസൗകര്യങ്ങളൊക്കെ ആയി അവർ വരാതിരുന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ട ഗതികേട് പോലും വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വളരെ പേടിയായിരുന്നു. പിന്നെ ആരെങ്കിലും കൂട്ടുവിളിക്കാനായിട്ട് സ്ത്രീകളെ ആരെങ്കിലും കൂട്ടുവിളിക്കാമെന്ന് വെച്ചാൽ ഈ കെട്ടിടം സുരക്ഷിതമല്ല, പിന്നെ ഫ്ലോറും മോശം. പിന്നീട് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഇവിടുന്ന് അടുത്ത വീട്ടിൽ ഒരു പാവപ്പെട്ട ആൾക്കാരോട് എനിക്ക് കൂട്ടുകിടക്കാൻ വന്നു. പിന്നെ എനിക്കൊരു സഹോദരി ഇവിടെ കൂട്ടുകിടക്കാൻ വന്നായിരുന്നു. ഒരു 17 മാസത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ദൈവവിശ്വാസം, ദൈവത്തിലുള്ള എൻ്റെ ശരണമാണ് ഏറ്റവും എന്നെ നിലനിർത്തിയത്. കോൺവെൻറ്റിൽ പോയ ഒരു സിസ്റ്ററാണേലും എല്ലാ ആഴ്ചയിലും വരും ഇവിടെ എന്നെ അന്വേഷിക്കാനായിട്ട്, പിന്നെ കെട്ടിടത്തിൻ്റെ പണിയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പം കെട്ടിടം ഇത്രയൊക്കെ ആയി. ഇനി കാത്തിരിപ്പിന്റെ പടവുകളിൽ അവർക്ക് താങ്ങായുള്ളത് ഒരു ഉറച്ച മനസ്സു മാത്രം. ക്രിസ്തുമാർഗത്തിന്റെ കേരളത്തിലേക്കുള്ള പ്രവാഹം 1-ാം നൂറ്റാണ്ടിലാണെന്നാണ് ഐതിഹ്യം. ക്രിസ്തു ശിഷ്യരിൽ പ്രമുഖനായ തോമാസ് ലീഹ പ്രചരിപ്പിച്ച ആ മാർഗത്തിൽ സാഹോദര്യത്തിന്റെയും സ്വാർത്ഥാതീത സ്നേഹത്തിന്റെയും കീർത്തനങ്ങൾക്കായിരുന്നു മുൻപന്തി. പക്ഷേ പരിണാമത്തിന്റെ ഏതോ ദശാസന്ധിയിൽ അവയൊക്കെ ക്രിസ്തുസഭ തള്ളിപ്പറഞ്ഞു. ക്രമേണ റൂത്തും എസ്തേറും വിശുദ്ധ കന്യാകുമറിയവും എലിസബത്തുമൊക്കെ സൺഡേ സ്കൂൾ നാടകങ്ങളിലെ കഥാപാത്രങ്ങളായി ഒതുങ്ങി. കാലഘടന അനുസരിച്ച് രാഷ്ട്രീയപരമായും മതപരമായും സാമൂഹ്യ ജീവിതത്തിൽ പുതിയ വെളിപാടുകൾ ഉണ്ടായെങ്കിലും മറ്റേതൊരു മതവിഭാഗത്തിലെയും പോലെ ക്രിസ്തീയ സ്ത്രീകളുടെ പുരോഗതിയും ഒരെഴുതാത്ത അധ്യായമായി തന്നെ അവശേഷിച്ചു. പിന്നെയും മാറി വന്ന തലമുറകൾ അവർക്ക് നൽകിയ സ്ഥാനവും മറിച്ചായിരുന്നില്ല. വാഴ്ത്തപ്പെട്ടവരുടെ കീർത്തനങ്ങൾക്ക് ഓശാന പാടുന്ന വെറും സാലഭഞ്ജികളായി അവർ വീണ്ടും മുട്ടുകുത്തി നിന്നു. ും